മസ്കറ്റിലേക്കുള്ള വിമാന സർവീസുകൾ പക്ഷേ പുനരാരംഭിച്ചു എന്ന വാർത്തയുണ്ട്. ആദ്യ വിമാനം കൊച്ചിയിലെത്തുകയും ചെയ്തിരിക്കുന്നു. ഒമാൻ എയറും എയർ ഇന്ത്യ എക്സ്പ്രസും കൂടുതൽ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് തുടങ്ങിയിരിക്കുന്നു. ആദ്യം വിമാനം തിരുച്ചിറപ്പള്ളിയിൽ നിന്നും മസ്കറ്റിലേക്ക് രാവിലെ 10:35 പുറപ്പെട്ടത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ തുടങ്ങിയിട്ടില്ല. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ കുറേയൊക്കെ സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോൾ മടങ്ങി എത്തിയവരുടെ പ്രതികരണം നമുക്ക് എത്രത്തോളം ലഭിക്കുന്നുണ്ട് ഷാബാസ്? സ്മൃതി, ഇന്നലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പല വിമാനങ്ങളും സർവീസ് പുനരാരംഭിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മസ്കറ്റിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂടി പുനരാരംഭിക്കുകയാണ്. ആദ്യ വിമാനം രാവിലെ 7:30 കൊച്ചിയിലെത്തിയത്. അതിനുശേഷം ആ വിമാനം 8:15 കൊച്ചിയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടിരുന്നു. അങ്ങനെ ഒമാൻ എയറിന്റെ 2 വിമാന സർവീസുകളാണ് കൊച്ചിയിലേക്ക് എത്തിയതും ആ 2 വിമാനങ്ങളും യാത്രക്കാരുമായി തിരിച്ച് മസ്കറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടി ഒരു വിമാനം 6:55 മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തും. അതിനുശേഷം 8 മണിയോടുകൂടി ആ വിമാനം മസ്കറ്റിലേക്ക് മടങ്ങും. ഇന്ന് രാവിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് 10:00 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ് വിമാനം ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ വിമാന കമ്പനികളൊക്കെയും ഇപ്പോൾ സർവീസ് പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ആദ്യഘട്ടമായി തന്നെ അബുദാബിയിൽ നിന്ന് ഇന്നലെ ആദ്യ വിമാനം വരുന്നു. പിന്നീട് ഇപ്പോൾ ഒമാനിലെ വിവിധ എയർപോർട്ടുകളിലേക്കുള്ള വിമാന സർവീസുകൾ കൂടി പുനരാരംഭിക്കാനുള്ള ശ്രമം ഈ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. എന്തായാലും ഈ പ്രവാസ ലോകത്തുള്ളവർക്ക് വലിയ ആശ്വാസമായിക്കൊണ്ടാണ് ഈ സർവീസുകൾ നിലവിൽ പുനരാരംഭിക്കുന്നത്. നിലവിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളൊന്നും തന്നെ പുനരാരംഭിച്ചിട്ടില്ല. രാവിലെ കൊച്ചിയിൽ നിന്ന് പോയത് സൗദി എയർലൈൻസിന്റെ റിയാദിലേക്കുള്ള വിമാനമാണ്. 8:20 സൗദി എയർലൈൻസിന്റെ റിയാദിലേക്കുള്ള വിമാനം രാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള മറ്റ് എയർപോർട്ടുകളിലേക്കുള്ള വിമാനങ്ങളൊന്നും തന്നെ നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. വൈകാതെ തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്ന അറിയിപ്പ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും ഇന്ന് എത്രത്തോളം അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നാളെ മുതൽ തന്നെ കൂടുതൽ വിമാന സർവീസുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വിവിധ വിമാന കമ്പനികൾ നൽകുന്നത്. അതിലും വലിയ ആശ്വാസമാണ് പ്രവാസ ലോകത്തുള്ളവർക്ക്. ഈ യുദ്ധഭീതിയിൽ പല വിമാനത്താവളങ്ങളിലും പെട്ടുകിടക്കുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അത്തരക്കാർക്കായിരുന്നു ആദ്യ മുൻഗണന വിമാന കമ്പനികൾ നൽകിയിരുന്നത്. ഇന്നലെ അബുദാബിയിൽ നിന്നെത്തിയ വിമാനത്തിൽ കൂടുതൽ പേരും പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് അബുദാബിയിൽ കുടുങ്ങിയ ആളുകളായിരുന്നു. അത്തരക്കാർക്കാണ് വിമാന കമ്പനികൾ തിരിച്ചെത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.